ഹലോ ചെക്ക് 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 ഹലോ ചെക്ക് ചെക്ക് ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിശ്വാസവും നീതീകരണവും എന്നുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്നും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആധാരമായിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് വിശ്വാസവും നീതീകരണവും. മനുഷ്യന് വിശ്വാസം വേണം, പിന്നെ മനുഷ്യനിൽ നീതീകരണം ഉണ്ടാകണം. ഇത് രണ്ടും ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ അന്വേഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് തുടങ്ങാം. റോമാലേഖനം 4 അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിതെല്ലാം വായിക്കുന്നത് പറഞ്ഞു തന്നെ പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പറയുകയാണ്, പൗലോസാണ് ഇത് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയണ്ടു. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാണ്. അപ്പൊ ഇവിടെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, അപ്പോൾ അബ്രഹാമിന്റെ നല്ല നടപ്പ് കൊണ്ടോ അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെ ഇഷ്ടപ്പെട്ടത് അബ്രഹാം നല്ലൊരു വ്യക്തി ആയത് കൊണ്ട് ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. മനസ്സിലായോ? അബ്രഹാം നല്ലൊരു മനുഷ്യനായത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സകലതും ജ്ഞാനം മനസ്സിലാക്കി ജീവിതം നയിച്ചൊരു വ്യക്തി ആയിരുന്നത് കൊണ്ടല്ല അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതും അബ്രഹാമിന്റെ മേൽ അനുഗ്രഹം വെക്കാനും കാരണം അബ്രഹാമിന്റെ നല്ല നടപ്പ് കൊണ്ടല്ല. അപ്പോൾ നല്ല നടപ്പ് നടക്കണ്ടെന്ന് എന്ന് നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം തോന്നി, അപ്പോൾ നല്ല നടപ്പ് നടക്കണ്ടേ? അപ്പോൾ നമ്മൾ മോശം വ്യക്തിയായിട്ട് നടന്നിട്ട് ദൈവം നീതീകരിക്കും എന്നാണോ വിചാരിക്കുന്നത്? എന്നാൽ അതങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മനുഷ്യകുലത്തെ സംബന്ധിച്ച് അവരുടെ ഹൃദയം എപ്പോഴും മോശമായിരിക്കും, ഒരു മോശം അവസ്ഥയിലായിരിക്കും ഹൃദയം. അപ്പോ ഈ ഒരു മോശം ഹൃദയം എല്ലാവർക്കും ഇരിക്കെ നമ്മുടെ നടപ്പിലും അതനുസരിച്ചുള്ള മോശം പ്രവൃത്തികളും ഉണ്ട്. അപ്പോ ഇത് അറിഞ്ഞുകൊണ്ട് വേണം മനുഷ്യകുലത്തിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാൻ. അപ്പൊ നമ്മൾ ഏത് കൂട്ടരാണ് അല്ലെങ്കിൽ ഏത് തരക്കാരാണ് എന്ന് ആദ്യമേ ഒരു വ്യക്തത വരണം. അല്ലാതെ നമ്മൾ വെള്ളയും ഇട്ടിട്ട് സ്വന്തമായിട്ട് സംസാരത്തിലൂടെ നീതീകരണമൊക്കെ വരുത്തിയിട്ട് ഇന്ന് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ കബളിപ്പിക്കുന്നത് പോലെയല്ല. ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ദൈവം നിൽക്കുന്നത്. അപ്പോ മനുഷ്യനെ സംബന്ധിച്ച് ഇതെല്ലാം മനസ്സിലാക്കണം. മനുഷ്യന്റെ ഹൃദയം മോശമാണ്. മനുഷ്യന് സകല തിന്മയും ചെയ്യാൻ പ്രാപ്തി അതിലൊരു നല്ല രീതിക്ക് എല്ലാം തികഞ്ഞൊരു ജീവിതമാണെന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ അശുദ്ധിക്കും തിന്മയ്ക്കും എല്ലാത്തിനും ഒരു പൂർണ്ണത വന്ന ഒരു ലോകവും അതിൽ ജീവിക്കുന്ന മനുഷ്യർ ഭാഗത്ത് ആദ്യമേ ഒരു വ്യക്തത വേണം. അപ്പൊ ഇവിടെ പറയുന്നത് അബ്രഹാമിന്റെ പ്രവൃത്തിയാണ് ദൈവം നീതീകരിക്കുവാൻ കാരണം ആയത് എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അപ്പോ മനസ്സിലാക്കുക, ഇപ്പോ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ദൈവപുത്രൻ യേശുക്രിസ്തു സ്വർഗത്തിൽ വസിക്കുന്നു. നമുക്കും ദൈവത്തിനും തമ്മിൽ എത്രത്തോളം ഒരു ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പോ ദൈവം നമ്മൾ നാളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ദൈവത്തിന് പൂർണ്ണമായിട്ടും അറിയാം. നമുക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് നമുക്ക്
ഒരു പിടിയില്ല. അത് നമ്മൾ ചെയ്യാൻ നേരത്ത് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ദൈവം എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ദൈവത്തിന് ക്ഷീണമില്ല. ദൈവം നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും നമുക്ക് അശുദ്ധി ഉണ്ടെങ്കിലും നമുക്ക് അനീതി ഉണ്ടെങ്കിലും ദൈവത്തിനെ സംബന്ധിച്ച് ഇത് രണ്ടുമില്ല. ദൈവത്തിന് ക്ഷീണമില്ല, ദൈവത്തിൽ അനീതിയില്ല. ദൈവം മനുഷ്യനെ പോലെ ഉറങ്ങുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിത്വം അല്ല. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഷോ ഇറക്കരുത്. ദൈവം നമ്മളെ മനസ്സിലാക്കി, പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതവും ഇനിയുള്ള ജീവിതവും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുന്നത്, നീ ദൈവമല്ലേ, ഞാൻ നിന്റെ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നു, ഇന്ന് തൊട്ട് നീ എന്നെ അനുഗ്രഹിച്ചോ എന്ന് നമ്മള് ദൈവത്തിന്റെ അടുത്ത് എന്താ പറഞ്ഞ ഒരു വലിയൊരു ആള് കളിക്കാൻ പോകരുത്. അപ്പോൾ നമുക്ക് വചനത്തിലേക്ക് വരാം. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, അപ്പോ അതിന്റെ താഴെ ഇത് പറയുകയാണ്, തിരുവെഴുത്ത് എന്ത് പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുക. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അപ്പോ തിരുവെഴുത്ത് എന്താ പറയണ്ടത്? ഇപ്പോ ഈ പൂർവ്വ പിതാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പറയുന്ന അബ്രഹാം, പൗലോസ് പറയുന്ന അബ്രഹാം, അവരെല്ലാവരുടെയും ഗോത്രപിതാവാണ്. അപ്പൊ ആ ഗോത്രപിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗോത്രപിതാവിനെ കുറിച്ച് മഹത്വീകരിക്കണം എന്നുള്ളൊരു രീതി സ്വന്തം കുടുംബക്കാർക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അവര് സ്വന്തം പിതാവ് അല്ലെങ്കിൽ മോശക്കാരനാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ പറയാൻ അവര് നാണിക്കും. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് അബ്രഹാമിന്റെ നല്ല നടപ്പ് കൊണ്ടല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ചിട്ടപ്രകാരം നടന്നത് കൊണ്ടാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതെന്ന് നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകരുത്. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ വന്നെങ്കിൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഇതൊരു ലഘുവായിട്ട് പറയാം. അബ്രഹാം ദൈവത്തെ ഇപ്പൊ ദൈവം ലഘുവായിട്ട് തന്നെ ഈ കാര്യം പറയേണ്ട എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദൈവത്തിന്റെ ഒരു ആംഗിൾ ഇന്ന് നമുക്ക് പറയാം. ദൈവം നോക്കുമ്പോൾ മനുഷ്യരിൽ വിശ്വാസം, ദൈവത്തെ അങ്ങോട്ട് വിശ്വസിക്കുന്നവരെ ദൈവത്തിന് കണ്ടാൽ തിരിച്ചറിയാം. അപ്പൊ ദൈവം ഓരോ മനുഷ്യരെ അടുത്ത് ചെന്നിട്ട് ദൈവം അബ്രഹാമിന്റെ അടുത്ത് ചെന്നെന്നോർത്തോ, അബ്രഹാം ദൈവത്തിന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവം പറയാണ്, അബ്രഹാമെ നീ എന്നെ വിശ്വസിക്കണം. അപ്പോ അബ്രഹാം ഞാൻ നിന്നെ വിശ്വസിക്കുവാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. ദൈവം മറ്റൊരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് പറയുക, നീ എന്നെ വിശ്വസിക്കണം. അപ്പൊ അവൻ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ അവൻ അത് കള്ളത്തരം പറഞ്ഞതാണ്. മനസ്സിലാവും, അവന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അവൻ ഒരു മുഖസ്തുതി പറഞ്ഞാണ് ദൈവത്തിന്റെ അടുത്ത്. അപ്പോ ദൈവം നോക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ നോക്കുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് മനുഷ്യനിൽ ദൈവത്തിലേക്ക് വിശ്വാസം വന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോ ഇങ്ങനൊരു വ്യക്തിയെ സൃഷ്ടി മുതൽ കുറെ നാളുകൾക്ക് ശേഷം അബ്രഹാം എന്നുള്ളൊരു വ്യക്തി ജനിച്ചു. അബ്രഹാമിന് ദൈവത്തിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് ദൈവം പരീക്ഷിച്ചു വരെ നോക്കിയിട്ടുണ്ട്. അത് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അബ്രഹാമിന് തന്റെ മകനെ ദൈവത്തിലേക്ക് യാഗം അർപ്പിക്കണമെന്ന് ദൈവം ഒരു നുണക്കഥ പറഞ്ഞു. ആ നുണക്കഥ അബ്രഹാം ദൈവം പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് അതിനകത്ത് നിന്നൊരു പിന്തിരിയാൻ പറ്റില്ല. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം തനിക്ക് മക്കളില്ലായിരുന്നു, താൻ വന്ന് പറഞ്ഞത് കൊണ്ടാണ് മക്കൾ ഉണ്ടായത് എന്നൊക്കെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. മനസ്സിലായോ? അപ്പോ അബ്രഹാമിനും അത് അറിയായിരുന്നു. തന്റെ കഴിവ് കൊണ്ടോ ജീവിതം കൊണ്ടോ അബ്രഹാമിന് ഒരു തലമുറ ഉണ്ടാകില്ല എന്ന് അബ്രഹാമിന് തീർച്ചയായിരുന്നു. അപ്പോ ഈ തീർച്ചയായ ഒരു കാര്യത്തിൽ ദൈവം ഇടപെട്ടു. അങ്ങനെയല്ല, ഞാൻ ആരാണെന്ന് കൂടി നീ അറിഞ്ഞിരിക്കണം. നീ മനുഷ്യന്റെ ലോകത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിനക്ക്
പുറം ലോകത്തെ കുറിച്ച് നിനക്ക് ധാരണയില്ല, എന്നാൽ പുറം ലോകത്തൊരു സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ ഒരു പിതാവായ ദൈവം ഉണ്ടെന്നും നീ മനസ്സിലാക്കിക്കൊള്ളുക, നിന്നെ ഞാൻ പരീക്ഷിക്കുകയാണ് എന്നൊക്കെ ദൈവം വിചാരിച്ചു അബ്രഹാമിനെ പരീക്ഷിച്ചു. അബ്രഹാം അതിൽ വിജയം കൈവരിച്ചു. അപ്പോ നമ്മളിപ്പോ ബൈബിൾ എഴുതിയിരിക്കുകയാണ് മകനെ യാഗം അർപ്പിച്ചു, അങ്ങനെ ഒരു വിഷയം ബൈബിളിലുണ്ട്. ആ അർപ്പിക്കാൻ വേണ്ടി അബ്രഹാം എന്താ പറയാ യാഗപീഠമെല്ലാം ഒരുക്കി. അപ്പൊ ഈ നമ്മൾ ലോകത്തെ സംബന്ധിച്ച് ലോകത്ത് ഒരുപാട് അനീതികളൊക്കെ ഉണ്ട്. മക്കളെ കൊല്ലുക, അല്ലെങ്കിൽ എന്താ പറയാ ഭൂതങ്ങൾക്കെല്ലാം മനുഷ്യന് നരകത്തിയൊക്കെ ചെയ്യുക. ഈ കഴിഞ്ഞ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ നരബലിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടരുത്. ഇവിടെ ബൈബിൾ കഥയില് അബ്രഹാം മകനെ കൊന്നിട്ടുമില്ല. ദൈവം അബ്രഹാമിന്റെ മകനെ ഭക്ഷിക്കാൻ വേണ്ടി കിടന്ന് പ്രഹസനം നടത്തിയിട്ടുമില്ല എന്ന് മനസ്സിലാക്കുക. അതിലൊരു വ്യക്തത ഉണ്ടാകണം. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ മക്കളെ ദൈവത്തിന് തിന്നണ്ട, മനസ്സിലായോ? ആമേൻ. അപ്പൊ നമ്മള് അബ്രഹാമിന് വിശ്വാസം വന്നതുകൊണ്ടാണ് അബ്രഹാമിന് നീതീകരണം ഉണ്ടായത് എന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് തിരുവെഴുത്തിലേക്ക് വരാം. തിരുവെഴുത്ത് എന്ത് പറയുന്നു? റോമാലേഖനം 4:3 വായിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ദൈവത്തിൽ അബ്രഹാമിന് വിശ്വാസം വന്നു. അതാണ് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നീ കൊള്ളാം എന്ന് തീരുമാനിക്കാനുള്ള മെയിൻ കാരണം. അപ്പോ ഇപ്പൊ ഞാൻ കൊള്ളാം അല്ലെങ്കിൽ നീ കൊള്ളാം എന്ന് പറയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാരണം ദൈവമാണ് അവിടെ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അവിടെ ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ പോയി ഞെളിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അവിടെ തീരുമാനമെടുക്കേണ്ട ആള് ഉണ്ട്. അവിടെ തീരുമാനമെടുക്കേണ്ട ആള് പറയും നീ കൊള്ളാം എന്ന് പറയുന്നത് നിന്റെ വിശ്വാസം കൊള്ളാം, അല്ലെങ്കിൽ നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, നീതീകരണം എന്താന്ന് ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ അനുഗ്രഹം എന്താന്ന് അവിടുന്ന് കാണിച്ചു തരും എന്നാണ് ദൈവം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വിശ്വാസം വരണം. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. ദൈവം അത് കഴിഞ്ഞിട്ടുള്ളൂ മനുഷ്യന്റെ ഏത് കാര്യത്തിൽ തന്നെയും ഇടപെടുക. ആദ്യം ദൈവത്തിലേക്ക് വിശ്വാസം ഉണ്ടാവുമെന്ന് ദൈവം ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ദൈവത്തിന് അതിലൊരു ഒരു ഉറപ്പും കിട്ടണം. അതിനുശേഷമേ ദൈവത്തിന് എന്തെങ്കിലും കാര്യം മനുഷ്യരിലേക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം നിർബന്ധിക്കുന്നില്ലല്ലോ. എന്നാ മനസ്സിലായ? എല്ലാ മനുഷ്യർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ചിന്തിക്കാൻ കഴിവുണ്ട്, വിശാലമായൊരു ലോകമുണ്ട്. ആരെയും ദൈവം ഒന്നിനും പിടിച്ചു വെക്കുന്നില്ലല്ലോ, അല്ലെ? നിങ്ങൾ തന്നെയും അല്ലെങ്കിൽ ദൈവം ഇപ്പൊ ഇറങ്ങി വന്ന് മനുഷ്യനെ കർത്തൃത്വം നടത്തുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും കണ്ടിട്ടില്ല. ഈ ലോകത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചാണെന്ന് പറഞ്ഞ് ദൈവം അങ്ങ് അധികാരം സ്ഥാപിച്ചിട്ടില്ല എങ്ങും വന്ന്. ഇത് മനസ്സിലാക്കണം. അപ്പോ അവരവർക്ക് ചിന്തിക്കാം എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്. അപ്പോ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല ദൈവത്തിലേക്ക് വിശ്വസിക്കണമെന്ന്. മനസ്സിലായോ? നിങ്ങൾക്ക് ദൈവത്തെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തത വരണം. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് വെച്ച് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കണ്ടെത്തുന്നത് തന്നെയാണ്. ആമേൻ. അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. 4-ാം വാക്യം വായിക്കാം. എന്നാൽ പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഒരു സ്നേഹവും ദൈവത്തിന്റെ ഒരു ദൈവത്തിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കൃപയായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ ദൈവത്തിന്റെ സ്വർഗത്തിൽ ജീവിക്കുന്നവരായാലും, ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നവരായാലും, ദൈവത്തിന്റെ കൂടെ ഭൂമിയിൽ ജീവിക്കുന്നവരായാലും,
ഇനി ദൈവം ഇല്ലാതെ ജീവിക്കുന്നവരായാലും സംബന്ധിച്ച് ദൈവത്തിനെ കൂടാതെ മറ്റുള്ളവരെ എല്ലാരെയും ദൈവം നോക്കിക്കാണുന്നത് കൃപയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഞാൻ തന്നെയല്ലേ സൃഷ്ടിച്ചത്, ഇതിന് ഞാനല്ലാതെ വേറെ ആരും ഇല്ല, ചെയ്യാനുമില്ല. ഇവർക്കാണ് ചെയ്യാൻ അധികാരവും ഇല്ല. അധികാരം ഉള്ളിടത്താണ് എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. എന്നാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കെ ഇവർക്ക് വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചെയ്യാനില്ല, എല്ലാം ദൈവം തന്നെ ചെയ്തു തരണം. അപ്പോൾ അതാണ് പറയുന്നത്, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്ര. അപ്പോൾ പ്രവർത്തിക്കാൻ വലിയ തീരുമാനം എടുത്തിട്ട് ഞാൻ നല്ല പുള്ളിയാ, എന്നെ അങ്ങ് അനുഗ്രഹിച്ചോ അല്ലെങ്കിൽ എനിക്കങ്ങ് മഹത്വം തരണം എന്നങ്ങ് വാശി പിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ മോനെ നീ മാറി നീക്കി, വേറെ ആളുണ്ട് എന്ന് ദൈവം പറയും. കാരണം ദൈവത്തിന് കൃപ തോന്നുന്നവർക്കേ മഹത്വം കൊടുക്കുകയുള്ളൂ, അധികാരം കൊടുക്കുകയുള്ളൂ. അത് ദൈവത്തിന്റെ തോന്നലാണ്. ദൈവം അങ്ങനെ തോന്നിക്കണം ഇങ്ങനെ തോന്നിക്കണമെന്നും നമുക്ക് അധികാരം പറയാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് ദൈവത്തിന് തോന്നിക്കുന്നു എന്നതിന്റെ ഒരു അർത്ഥമാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. അത് മനുഷ്യകുലത്തിലായാലും ദൈവത്തിന്റെ സൈന്യത്തിലായാലും ദൈവത്തിന് തോന്നുന്നതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ദൈവത്തിന് പ്രത്യേകിച്ച് ഇറങ്ങി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിന് അതിൻ്റെതായ അധികാരമുണ്ട്. അത് പറഞ്ഞ് സംഭവിപ്പിക്കാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ വിചാരങ്ങളെ നടത്തിയെടുക്കാനും ദൈവത്തിന് കഴിവുണ്ട്. അപ്പോ ഇവിടെ ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ച് ആർക്കൊക്കെ മഹത്വം കൊടുക്കണം അല്ലെങ്കിൽ ആരൊക്കെ അപമാനപ്പെടണം എന്ന് തീരുമാനിക്കാൻ സ്വർഗത്തിൽ ഒരാൾക്ക് അധികാരമുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, സ്വർഗത്തിൽ ഒരാൾക്ക് അധികാരമില്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഇവിടെ അപമാനിക്കപ്പെടുന്നതിന് ബഹുമാനപ്പെടുന്നതിനും അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങളൊന്നുമില്ലാതെ ഇത് രണ്ടും സംഭവിക്കില്ല. അപമാനപ്പെടേണ്ടതിന് അതിൻ്റെതായ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ മഹത്വപ്പെടേണ്ടതിന് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ആമേൻ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസ നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടെയോ? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ അത്ര. അപ്പോ അബ്രഹാമിന് നീതി കണക്കിട്ടത് അറിയാലോ, യഹൂദ സംസ്കാരം അനുസരിച്ച് പരിച്ഛേദന അനിവാര്യമാണ്. അപ്പോ അത് ചെയ്തതിന് ശേഷമല്ല ദൈവം അബ്രഹാമിനെ ബ്ലെസ് ചെയ്യാൻ കാരണം, അബ്രഹാമിന് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ കാരണം പരിച്ഛേദനയ്ക്ക് മുൻപാണ്. അത് വാഗ്ദത്തം മൂലമാണ് നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നന്മകൾ കൈ വെച്ച് കൊടുത്തതിന് ശേഷമല്ല പരിച്ഛേദന പറഞ്ഞത്. ആദ്യമേ വാക്ക് കൊണ്ടായിരുന്നു ദൈവം അത് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോ അത് മനസ്സിലാക്കുക. അപ്പോ ദൈവത്തിന്റെ ഒരു കൽപ്പന അനുസരിച്ചതിന് ശേഷമല്ല അബ്രഹാമിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അത് മനസ്സിലാക്കി വെക്കുക. ദൈവം അബ്രഹാമിന്റെ വിശ്വാസം കണ്ടു. അബ്രഹാമിന് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അബ്രഹാമിന് ദൈവം അനുഗ്രഹിക്കുന്നു. അതിനുശേഷമാണ് അബ്രഹാമിന് ഓരോ നിയമങ്ങളൊക്കെ വെച്ചിട്ട് കൽപ്പനകളെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോ അബ്രഹാമിന് നിയമങ്ങളുമില്ല ചട്ടങ്ങളുമില്ല എന്നൊരു പൊസിഷനിൽ നിന്നപ്പോഴാണ് ദൈവം അബ്രഹാമിനെ കണ്ടതും അബ്രഹാമിന് സകലമാന അനുഗ്രഹങ്ങളും അബ്രഹാമിന്റെ തലയിൽ വെച്ചു കൊടുത്തത്. അപ്പോൾ ദൈവം പരിച്ഛേദന ഉള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ പരിച്ഛേദന ഇല്ലാത്ത ആൾക്കാരെയോ എന്നങ്ങനെ ഒരു വേർതിരിവ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്നില്ല. ദൈവത്തിന് ഏത് കുലത്തിലായാലും ഏത് വംശക്കാരായാലും ഇപ്പൊ കുലവും വംശം എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു തെറ്റായ മീനിങ് ആണ്. എന്നാൽ നമ്മുടെ ഈ ലോകത്തെ ഒരു സിസ്റ്റം അങ്ങനെ വെച്ച് ചാർത്തിരിക്കുന്നതുകൊണ്ട് തെറ്റായ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. മനസ്സിലായോ? അതൊക്കെ മാറിപ്പോകേണ്ട കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ബുദ്ധിയുള്ളവൻ ചിന്തിക്കട്ടെ, ബുദ്ധിയില്ലാത്തവൻ അങ്ങനെ തന്നെ ഇരിക്കുക.
ഇപ്പോൾ അതിനൊക്കെ ഒരു കാലവും സമയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് മനുഷ്യൻ എന്ന നിലയിൽ അബ്രഹാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ ഏത് നിലയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദുഷ്ടഹൃദയം, മോശം ജീവിതം, അല്ലെങ്കിൽ നീതി അറിയാത്തൊരു ജീവിതം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. അതിന് കാരണമായത് അബ്രഹാം ദൈവത്തില് വിശ്വാസം വന്നതുകൊണ്ട്. 6-ാം വാക്യം, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടെയോ, അതൊക്കെ നമ്മൾ വായിച്ചതാണ്. 4-ന്റെ-11 വാക്യം, അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിനു അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ ലോകാവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസനീതിയാലല്ലോ ലഭിച്ചത്. അപ്പോ 4-ന്റെ-13 വാക്യം പറയാണ്, ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം. അപ്പോ അബ്രഹാമിനുള്ളൊരു ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവകാശി. തന്നെ അറിയാലോ, കേരളത്തിൽ ജീവിക്കുന്ന ഞാൻ വരെ അബ്രഹാമിന്റെ പേര് പറയുന്നു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കൾ എഴുതിയ സിദ്ധാന്തങ്ങളെ വായിക്കുന്നു. ഇതിനൊക്കെ കാരണം കണ്ടോ? അതാ പറഞ്ഞത്, ലോകത്തിൽ എവിടെ ജനിച്ച അബ്രഹാമാണ്. കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ അബ്രഹാമിന്റെ മക്കളുടെ കാര്യം പറഞ്ഞാലേ നമുക്കൊരു അനുഗ്രഹമുള്ളൂ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ എന്താ പറയാ, പൗലോസ് അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദാവീദ്, ഇവരെയൊക്കെ ജീവിതം നമ്മൾ പറയുന്നതും അവരിൽ നിന്നും പഠിക്കാനും ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല, അതിന് അതായത് ജന്മം കൊണ്ട് തന്നെ എന്നിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏതാ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ ഇത് തന്നെ ഓരോരുത്തരുടെയും വിശ്വാസ ഭാവനകളിലും ഇത് തന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവരെല്ലാവരും എന്താ പറയുന്ന അബ്രഹാമിന്റെ ജീവിത ചരിത്രവും അല്ലെങ്കിൽ അബ്രഹാമിൽ ജനിച്ച യേശുവിന്റെ ജീവിത ചരിത്രവും പൗലോസിന്റെ പഠിപ്പിക്കലും, അപ്പോൾ എല്ലാവരും മാതൃകയാക്കുന്നതും പഠിക്കുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം അബ്രഹാമിന്റെ കുടുംബത്തിലെ ചരിത്രവും അബ്രഹാമിന്റെ കഥകളുമാണ്. ഇതാണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥം. ഈ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചതിന്റെ മീനിങ് ആണ് പറയുന്നത്. മനസ്സിലായോ? ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം കണ്ടോ? ഇപ്പോ അത് ഏതാ പറഞ്ഞ, പച്ചവെള്ളം പോലെ സത്യമുള്ള ഒരു കാര്യമാണ് ലോകാവകാശി, അല്ലേ? ഈ വചനമൊക്കെ എഴുതിയിട്ട് എത്ര കൊല്ലങ്ങളായി, അതല്ലേ? മനസ്സിലായോ? നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ടോ? എവിടെ കിടക്കുന്ന അബ്രഹാമിന്റെ പേരാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാത്തിലും അവകാശം സ്ഥാപിച്ചു തന്നിട്ടില്ല അബ്രഹാം. അത് എങ്ങനെ സാധ്യമായി എന്ന് നമ്മൾ കാണുന്നതല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇന്ന് ഇത് തീർച്ചയായും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ദിവസവും. അബ്രഹാമിന്റെ കഥയും യേശുവിന്റെ കഥയും. ഇവിടെ ഉള്ളവരൊന്നും അല്ലല്ലോ. ആമേൻ. അപ്പോ ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. അപ്പോൾ ന്യായപ്രമാണത്താൽ അല്ലെന്ന് മനസ്സിലായോ? ന്യായപ്രമാണം എന്ന് പറഞ്ഞൊരു പുണ്യമായ ഒരു ഗ്രന്ഥം. അപ്പോ അതിലല്ല. ആ ഒരു പുണ്യമായ ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ ആ പുണ്യമായ പഴയ നിയമത്തിന്റെ, അല്ലെങ്കിൽ പുണ്യമായ ഒരു വിശുദ്ധ എന്താ പറയുന്ന ബൈബിൾ എന്ന് തന്നെ പറഞ്ഞോ, അതിന്റെ ഒരു അടിസ്ഥാനത്തിലല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തല്ലെന്ന്, അതിന്റെ അടിസ്ഥാനത്തിലല്ല ഒന്നും തന്നെ അവകാശമാക്കുന്നത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസത്തിന്റെ 4-ന്റെ-13 പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ
നീതിയാലല്ലോ ലഭിച്ചത് വിശ്വാസം. ഇപ്പോ ദൈവം നോക്കുന്നത് നിനക്ക് വിശ്വാസം ഉണ്ടോ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ അവിടെ ഇരിക്കില്ല, നിനക്ക് നല്ലൊരു പൊസിഷൻ തരും. അല്ലെങ്കിൽ നിനക്ക് എവിടെയാണോ നിനക്ക് കുറവ്, ആ കുറവിനെ ദൈവം അവിടുന്ന് കുറവില്ലാതെയാക്കും. അല്ലെങ്കിൽ എന്താ പറയാ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് അവിടെ ബ്ലെസ്സിങ് തരും. അല്ലെങ്കിൽ നിനക്ക് മഹത്വമാണ് നീ നേരിടുന്ന ഒരു വിഷമമെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് സാമ്പത്തികമായി നിനക്ക് നല്ല ഉയർച്ചയുണ്ട്, നിനക്ക് മഹത്വമാണ് വരാതിരിക്കുന്നതെങ്കിൽ അവിടെയും ദൈവത്തിന് സഹായിക്കാൻ കഴിയും. ഈ വചനം നിങ്ങളെ അതിനായി എന്താ പറയാ ഒരുക്കും. 4:14 എന്നാൽ ന്യായപ്രമാണം ഉള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അപ്പോ എന്ത് തന്നെ അവകാശം വേണമെങ്കിലും വിശ്വസിക്കണം. വിശ്വസിക്കാതെ, അല്ലെങ്കിൽ സ്വന്തമായി തന്നില്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് നന്മകൾ വരും, അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹങ്ങൾ വരും, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന് തന്നെ വിചാരിക്കണമെങ്കിലും വിശ്വാസം തീർച്ചയായിട്ടും വേണം. വിശ്വാസമില്ലാതെ ഒന്നും തന്നെ എന്താ പറയാ, മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ചവിട്ടി നിന്നുകൊണ്ടേ മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിതം പരാജയപ്പെടും. ദൈവത്തിൽ വിശ്വസിക്കുക, അതിന്റെ പ്രയോജനം അനുഭവിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എവിടെയെങ്കിലും വെച്ച് പരാജയപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തെ തിരിച്ചെടുക്കാം. അത് ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ദിനം പ്രതി നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അതനുസരിച്ചുള്ള എന്താ പറയാ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെ? ഇപ്പോ നിനക്ക് വിശ്വാസം വരണമെങ്കിൽ അത് ദൈവം തന്നെ അതിന് ഇടയാകണം. അതൊന്നാമത്തെ കാര്യം. ഇനി തന്നെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നങ്ങ് തീരുമാനം എടുക്കുവാണെങ്കിൽ തന്നെയും ഇവിടെ ആരും എന്താ പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തില്ല. അത് നിന്റെ ഇഷ്ടം. നീ വിശ്വസിക്കാനിരിക്കുവാണെങ്കിൽ എന്താ പറയുന്ന ഓരോ അനുഭവങ്ങളാണ് നിന്നെ അതിലേക്ക് ഉറപ്പിക്കുന്നത്. അല്ലാതെ നീ ഇന്ന് വിശ്വസിച്ചു, നാളെ നിനക്ക് ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിശ്വാസം ഇത് വിശ്വസിച്ചിട്ടൊന്നും പ്രയോജനമൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കണമെങ്കിൽ എനിക്ക് ഏതാ പറയുന്നേ ഞാൻ മതി, അതിന് ഞാൻ പ്രാപ്തനാ എന്നൊക്കെ വിചാരിക്കുന്നവരങ്ങനെ വിചാരിക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, വിശ്വാസം വർദ്ധിക്കണം. അതാണ് ഞാൻ പറയുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. വിശ്വാസം വർദ്ധിക്കണം, അതിൻ്റെതായ പ്രയോജനം ചെയ്യും ജീവിതത്തിൽ. വിശ്വാസം കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടോ എന്ന് അന്വേഷിക്കുക. ഒന്നെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച, അത് സാമ്പത്തികം എന്താ പറയുക കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ മഹത്വം കഴിവുകൊണ്ടുണ്ടായി വരത്തില്ല, അന്നും കൂടി മനസ്സിലാക്കുക. മഹത്വം ഉണ്ടാകണമെങ്കിൽ അതിന് എന്താ പറയാ പണം വാരിയെറിഞ്ഞാൽ ഉണ്ടാകത്തില്ല, മനസ്സിലായോ? വാല്യൂ ഇപ്പൊ തന്നെ ലോക കോടീശ്വരന്മാര് പണം ഉണ്ടായാലും വാല്യൂ നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? ഇവിടെ ഇല്ലാത്ത ദൈവത്തിനാണ് വാല്യൂ കൊടുക്കുന്നത്, അല്ലേ? അതാണ് അതിന്റെ കാര്യം. ഞാൻ അങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നത്. നിങ്ങളോട് ചോദിച്ചു തന്നെ അറിയണം. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക, നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നതെന്ന്. അപ്പോ നമുക്ക് കുറച്ചും കൂടി വാക്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസവും നീതീകരണം എന്നുള്ള നമ്മുടെ അവസാന സബ്ജക്റ്റ് കഴിയുകയാണ്. ഈ സബ്ജക്റ്റ് തീർക്കട്ടെ. ഇപ്പൊ ഒരു 7-8 പാർട്ടോളം നമ്മളായി. നമ്മൾ അടുത്ത വാക്യം വായിക്കാം.
എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൃപ വന്നിട്ടുണ്ട്, വിശ്വാസം വന്നിട്ടുണ്ട്, രക്ഷ വന്നിട്ടുണ്ട്. കൃപ ദൈവത്തിൽ നിന്ന് വരുന്നത്, വിശ്വാസം നിങ്ങളിൽ വരുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു അനുഭവം, അല്ലെങ്കിൽ നമ്മൾക്കൊരു സ്വസ്ഥത ഉണ്ടായി എന്നുള്ള കാര്യം. അപ്പൊ ഇതിൻ്റെ അത് ഈ വാക്യം ചേർത്ത് വായിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കൃപയാണ് നിങ്ങൾക്ക് വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാക്കിയത്. അപ്പോ അവിടുന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചു, അത് നിങ്ങൾക്കൊരു രക്ഷയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു മാർഗമായി എന്നാണ് പറയുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല. ഓക്കെ, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അപ്പോൾ അതില് നമുക്ക് സംശയമൊന്നുമില്ല. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പോൾ ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഒരു നീതിയുണ്ട്. അതാണ് ദൈവം വെക്കുന്ന ഏറ്റവും വലിയൊരു നീതി പ്രവൃത്തി. ദൈവം വിശ്വസിക്കുന്നവർക്കാണ് നീതി വെക്കുന്നത്. അപ്പോ ഇനി വേറെ ഏതെങ്കിലും ഒരു നീതി ഉണ്ടോ ദൈവത്തിന്റെ കണ്ണിലെന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവം വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ മുമ്പിൽ നീതി. അല്ലെങ്കിൽ നമ്മൾ ദൈവമേ എന്ന് വിളിക്കത്തില്ലേ, ആദ്യം ദൈവം നോക്കുന്നത് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത പടിയാണ് അനുഗ്രഹവും നീതീകരണവും ഒക്കെ. അപ്പോ ക്രിസ്തുവിങ്കലുള്ള വിശ്വാസമാണ് നീതീകരണത്തിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ്, അല്ലെങ്കിൽ അതാണ് ഒരു എന്താ പറയുന്ന ഒരു തറക്കല്ലെന്ന് പറയുന്നത്. ക്രിസ്തുവിങ്കലുള്ള ഒരു വിശ്വാസം, അത് ക്രിസ്തുവിങ്കലേക്കൊരു വിശ്വാസമാണ് ദൈവം നീതിയായിട്ട് വെക്കുന്നത്. അപ്പോ ഏത് മനുഷ്യനും ആരെയും വിശ്വസിക്കുക, ദൈവത്തെയും വിശ്വസിക്കുക, എന്നാൽ യേശുവിനെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ ദൈവം ബ്ലസ് ചെയ്യത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വചനങ്ങൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, ജീവിതത്തിൽ കൂടുതൽ പ്രയോജനം തന്നെ ചെയ്യും. വിശ്വാസം കുറഞ്ഞ് പോയെങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അതുമായി ക്രമപ്പെട്ട് ഇനി മുതൽ ഉണ്ടാകും. അത് നിങ്ങൾ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യുക. ജീവിതം എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കുക. ആമേൻ.